രാഗഗാനം പോലെ അഴകിന്റെ അല പോലെ. ഞാൻ ആലോചിക്കുന്നു നമുക്കൊരു ചായക്കട തുടങ്ങിയാലോ? നല്ല ബിസിനസ് അല്ലേ? ഓ നല്ല ബിസിനസ്, ചായക്കട ബിസിനസ്. പക്ഷേ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം? വെറുതെ അങ്ങനെ കയറി ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം റോ മെറ്റീരിയൽസ് വേണം, ക്യാപിറ്റൽ വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആഹാ, ഇവിടെ ചായ കുടിച്ചോണ്ട് നിൽക്കുക അല്ലേ? പറയണ്ടേ? പറയണ ചായ കുടിച്ചിട്ട് പറയാന്ന് വിചാരിച്ചു. നീ ചായ കുടിച്ചോണ്ട് ഞാൻ പറഞ്ഞു. അല്ല നീ ഇത് പിടിച്ചേ. അല്ല ഡോണ പോലെ. ഹായ് മക്കളെ, എൻ്റെ പേര് വിഘ്നേഷ്. ഇത് ഡോണാമിസ് +1 കൊമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസ് എന്ന പേപ്പർ ഞങ്ങൾ രണ്ടുപേരായിരിക്കും എടുക്കുന്നത്. ബാക്കി ഞാൻ പറഞ്ഞു. അപ്പൊ മക്കളെ, നിങ്ങൾ ഹൈസ്കൂളിൽ കേട്ടിട്ടില്ലാത്ത ഒരു സബ്ജക്റ്റ് ആയിരിക്കും ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. പക്ഷെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഡെഫിനറ്റ്ലി ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ കാണുക. അപ്പൊ എങ്ങനെ ബിസിനസ് ചെയ്യാം എന്ന കാര്യമാണ് നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിലൂടെ പഠിക്കാനായിട്ട് പോകും. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം, ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കണക്കുകളൊക്കെ കൂട്ടാനുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിലാണ്. സോ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, കംപ്ലീറ്റ് തിയറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഒരു ബിസിനസ് ചെയ്യാൻ എവിടെ നിന്നൊക്കെയാണ് ഫണ്ടുകൾ വരുന്നത്, റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുന്നത്, എങ്ങനെ ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്യാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ബിസിനസ്സിൽ +1 ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ റിയൽ ലൈഫുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ്. കാരണം നമുക്ക് നമ്മുടെ ചുറ്റും ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാം. ഒരു ബിസിനസ് എങ്ങനെ ചെയ്യാം എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മളെ പ്രോപ്പറായിട്ട് ഒരു A to Z ഒരു ബിസിനസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ റിയൽ ലൈഫായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് സ്റ്റഡീസ്. തീർച്ചയായിട്ടും. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ, ഇത് ടഫ് ആയിരിക്കുമോ അല്ലേ? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാന്നുള്ള അപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പേപ്പറാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം +1ലും 80 മാർക്കിനാണ് നിങ്ങൾ റിട്ടേൺ എക്സാം എഴുതേണ്ടത്, +2ലും 80 മാർക്കാണ് റിട്ടേൺ എക്സാം എഴുതേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഹൈ സ്കോറിംഗ് സബ്ജക്റ്റ് ആണ് ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് ഉഷാറാക്കാൻ നിങ്ങളുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കാണും. +1 ബിസിനസ് സ്റ്റഡീസിലെ കിടിലൻ ട്രിക്സും ടിപ്സും എല്ലാം നമുക്ക് പഠിച്ചെടുക്കാം. സീ യു ദെയർ. ബൈ.